യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു ശുദ്ധ തെമ്മാടിത്തല്ലേ. ഇത്തരം തെമ്മാടിത്തങ്ങൾ രാഷ്ട്രീയത്തിൽ അനുവദിക്കാൻ പാടുള്ളൂ. ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായി രംഗത്ത് വരാൻ അതത് പാർട്ടികളുടെ നേതൃത്വം തന്നെ തയ്യാറാകേണ്ടതില്ല. എങ്ങനെയാണ് ഇത്ര ഹീനമായ രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പ്രചരണം നടത്താൻ കഴിയുന്നത്? നമ്മുടെ പൊതുവായ സാംസ്കാരിക രീതിയല്ലേ അത് വെല്ലുവിളിക്കുന്നത്. നമ്മൾ ഏത് കാര്യത്തിലും കാണിക്കേണ്ട സംസ്കാരമില്ലേ, ആ സംസ്കാരത്തിന് ചേരാത്ത രീതിയല്ലേ ഇതിനകത്തുണ്ടായിട്ടുള്ളത്. അത്തരം ആളുകളെ തള്ളിപ്പറയാനും ആ ചെയ്തികളെ തള്ളിപ്പറയാനും ആ രീതികളെ തള്ളിപ്പറയാനും എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിന് മടി? അതല്ലേ അവരുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. എന്താ വെണ്ണപ്പാളി എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ലെയറിന്റെ ഭാഗമായിരിക്കും ചിലപ്പോ, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ കാസർഗോഡ് UDF സ്ഥാനാർത്ഥി ഒരു പ്രദേശത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഒട്ട് വായിക്കണം, അദ്ദേഹത്തിന് മുണ്ട് വലത്തോട്ട് എടുക്കണം തുടങ്ങിയ ഒരു വീഡിയോ LDF പ്രചരിപ്പിക്കുകയും അത് സ്ഥാനാർത്ഥിയും അവിടുത്തെ ജില്ലാ സെക്രട്ടറിയും അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഇടുകയും പിന്നീട് അത് ചർച്ചയായപ്പോൾ നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതും ഒഴിവാക്കപ്പെടേണ്ടതല്ലേ? LDFന് അങ്ങനത്തെ പണികളൊന്നുമില്ല. LDFന് ഇമാതിരി തറവേല കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതെല്ലാം സാധാരണ ഇത് കോൺഗ്രസിന്റെ അവസരവാദപരമായ നിലപാടിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നിങ്ങൾ രാമനെയാണ് കൊണ്ടു നടക്കുന്നതെങ്കിൽ ഞങ്ങൾ ഹനുമാനെ കൊണ്ടു നടക്കുമെന്ന് പറയുന്ന കോൺഗ്രസ് രീതിയല്ല LDFിന്റെ. LDFന് സാധാരണ നിലക്കുള്ള നിയതമായ രീതികളുണ്ട്, ആ രീതികൾ സ്വീകരിച്ചു പോവുകയും ചെയ്യും. ഇവിടങ്ങളിലെല്ലാം കാണുന്നില്ലേ നിങ്ങൾ, അതിശക്തമായ LDF തരംഗം അങ്ങനെ അലയടിച്ച് കയറുകയല്ലേ. അപ്പൊ പിന്നെ എന്താ പ്രതീക്ഷയ്ക്ക് കുറവ്? അടിയൊഴുക്കല്ല, മേലെയൊഴുക്ക് തന്നെ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രധാനമായി ഫോട്ടോ ചെയ്ത് താങ്കൾ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശങ്ങളും രാഹുൽ ഗാന്ധി താങ്കൾക്കെതിരെ നടത്തിയ പരാമർശങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഉത്തരേന്ത്യയിലേക്ക് മോദി തന്നെ തന്റെ പ്രസംഗം ഉൾപ്പെടുത്തുന്നത്. ഒരേ ഇന്ത്യൻ സഖ്യത്തിനൊപ്പം നിൽക്കുന്ന രണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ വ്യത്യസ്ത നിലപാടുകൾ എന്ന രീതിയിലാണ് മോദി ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ രണ്ട് വിഭാഗം എതിർക്കുന്ന മോദിക്ക് ഇത്തരത്തിലൊരു വടി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതല്ലേ കോൺഗ്രസിനോട് നിങ്ങൾ ചോദിക്കേണ്ടത്. ആ ചോദ്യം എന്നോടൊന്നിനും ചോദിക്കുന്നത്. ഞാനിവിടെ പറഞ്ഞില്ലേ, ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ. ആ പറഞ്ഞ കാര്യങ്ങളിൽ കോൺഗ്രസിന് നിലപാടില്ലായ്മ ഇതല്ലേ ഇത്തരം ഒരു ഗതികേട് ഉണ്ടാക്കുന്നത്. നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു ഗതികേടില്ല, ഒരു നിലപാടില്ലാത്ത നിലനിൽക്കുന്നത് നിങ്ങൾ ചോദിക്കുക അവരോട്. അവരല്ലേ അതിന് മറുപടി പറയേണ്ടത്. അതാണല്ലോ വസ്തുത. ഞാൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം എല്ലാ വിഭാഗവുമായിട്ട് നല്ല ബന്ധത്തിലാണ്. എല്ലാ വിഭാഗവും എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലുള്ള വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളുണ്ട്. ആ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളുമായിട്ടൊക്കെ നേരെ അവർക്ക് ബന്ധപ്പെടാം, നേരെ കാര്യങ്ങൾ സംസാരിക്കാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ സർക്കാരിന് അവരുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെയൊരു ബന്ധമാണ് എല്ലാ വിഭാഗങ്ങളുമായിട്ടും ഞങ്ങൾക്കുള്ളത്. അത് EK വിഭാഗവുമായിട്ടും നല്ല ബന്ധം തന്നെയാണ്, മറ്റെല്ലാ വിഭാഗവുമായിട്ടും നല്ല ബന്ധം തന്നെയാണ്. ഏതെങ്കിലും ഒരു വിഭാഗവുമായിട്ട് ഒരു മോശം ബന്ധമെന്ന് പറയാനില്ല. അതാണ് വസ്തുത. അതൊക്കെ അവരോട് ചോദിക്കേണ്ട കാര്യമാണ്. ഒരു സർക്കാർ എന്ന നിലക്ക് നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുക, എല്ലാവരുമായിട്ട് ബന്ധപ്പെടണമെന്നല്ലേ. അത് ചെയ്യുന്നത് തെറ്റാണെന്ന് നിങ്ങൾ ആരും പറയില്ല. അതാണ് ചെയ്യുന്നത്. അത് മറ്റാരെങ്കിലും ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് അവരോട് ചോദിച്ചോളൂ നിങ്ങൾ. നമുക്ക് ഇന്നിവിടെ നിർത്താം, അത് മതി.